മാംഗല്യം തന്തുനാനേന എന്ന സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൗതമാണ് പ്രണവിന് ഹൈടെക് സിറ്റിയുടെ കരാറിൽ സൈൻ ചെയ്യാൻ കമ്പനിയോട് ആവശ്യപ്പെട്ടത് എന്നറിയാതെ പ്രണവും ശിവാനിയും കൂടി വന്ന് ഗൗതമിനെയും നിധിയെയും പരിഹസിക്കുന്നു. തൻ്റെ സൈനില്ലാതെ തന്നെ കമ്പനി എനിക്ക് കരാർ തന്നെന്നും വേണമെങ്കിൽ ഈശ്വരമംഗലം കമ്പനിയിൽ 25,000 രൂപ സാലറിയിൽ ജോലി തരാമെന്നും ഗൗതമിനോട് പ്രണവ് പരിഹസിച്ച് പറയുന്നു. ശിവാനിയും നിധിക്ക് കമ്പനിയിൽ തൂപ്പുകാരിയുടെ ജോലി തരാമെന്ന് പറഞ്ഞ് കളിയാക്കുന്നു. എന്നിട്ട് പ്രണവ് ഗൗതമിന്റെ മുഖത്തേക്ക് കരാർ വലിച്ചു കീറി എറിയുന്നു. ഇതൊക്കെ കണ്ടിട്ടും ഗൗതം ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നു. ഈ തള്ളയോട് ഞാൻ കാലുപിടിച്ച് പറഞ്ഞതാണ് ഇയാളെ കൊണ്ട് സൈൻ ചെയ്ത് തരണമെന്ന്, എന്നിട്ട് അവർ എന്നെ ആട്ടി ഓടിച്ചു എന്ന് പാർവതിയമ്മയോടായി പ്രണവ് പറയുന്നു. മൊത്തത്തിൽ അവിടെ വന്ന് അഹങ്കാരത്തോടെ അട്ടഹസിച്ചു പോകുന്ന പ്രണവും ശിവാനിയും പോകുമ്പോൾ പ്രണവ് പറയുന്നു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണെന്ന്. ശിവാനിയും പറയുന്നു, അതെ, ആ ഗൗതമിൻ്റെയും നിധിയുടെയും മുഖത്ത് നോക്കി 4 വാക്ക് പറയണമെന്ന് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു. അതൊന്ന് നടന്നു. ഗൗതമിനോട് പാർവതിയമ്മ പറയുന്നു, നിന്നെ സമ്മതിക്കണം. അവൻ ഇത്രയ്ക്കും അഹങ്കാരത്തോടെ പറഞ്ഞിട്ടും കമ്പനിയുടെ കരാർ നീ പറഞ്ഞിട്ടാണ് അവന് കിട്ടിയതെന്ന് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? അതിനൊക്കെ ഒരു സമയമുണ്ട്, അപ്പോൾ അവൻ അറിയും. ഗൗതമിനെ കൂട്ടുകാരനായ ഹരീന്ദ്രൻ വിളിക്കുന്നു. എന്തായി ഹരീന്ദ്ര, ഞാൻ പറഞ്ഞ കാര്യം നീ പ്രണവിനെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഗൗതം ഹരീന്ദ്രനോട് ചോദിക്കുന്നു. അതെ, ഗൗതം പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രണവിനെ ഫോളോ ചെയ്യുന്നുണ്ട്. പ്രണവും ശിവാനിയും എല്ലാം തികഞ്ഞ സന്തോഷത്തിൽ പോകുമ്പോൾ അവരുടെ കാറിന്റെ മുൻപിൽ വന്ന് മറ്റൊരു കാർ നിൽക്കുന്നു. അതിൽ നിന്നും 4 ഗുണ്ടകൾ ഇറങ്ങി വരുന്നു. അവരെ കണ്ടതും പ്രണവ് ശിവാനിയോട് പറയുന്നു, എന്തോ കുഴപ്പമുണ്ടെന്ന്. ആ ഗൗതം വീണ്ടും നമ്മളെ ഉപദ്രവിക്കാനാകും ഈ ഗുണ്ടകളെ അയച്ചതെന്ന് ശിവാനി പറയുന്നു. ഗൗതമാകില്ല, ഈ സമയം കൊണ്ട് ഗൗതമിന് അത് സാധിക്കില്ല. ഇന്ന് മറ്റാരെങ്കിലും ആകുമെന്ന് പ്രണവ് പറയുന്നു. ഇങ്ങോട്ടിറങ്ങടാ എന്ന് ഗുണ്ടകൾ പ്രണവിനോട് പറയുന്നു. പ്രണവ് ഇറങ്ങുന്നു. നീയും നിന്റെ ഭാര്യയും മര്യാദക്ക് ആ കാറിലേക്ക് കയറാൻ ഗുണ്ടകൾ പറയുന്നു. ഇത് കേട്ടതും പ്രണവ് അവരോട് തട്ടിക്കയറുന്നു. ആരാണ് നിങ്ങളൊക്കെ? നിങ്ങളെ പറഞ്ഞയച്ചത് ആരാണ്? ഗുണ്ടകൾ പ്രണവിനെ പിടിച്ചു കാറിൽ കയറ്റുന്നു. ശിവാനിയെ പിടിക്കാൻ നോക്കുമ്പോൾ അവൾ ഓടി രക്ഷപ്പെടുന്നു. പതിവ് പോലെ പ്രണവിനെ കൊണ്ടുവന്ന് കെട്ടിയിടുന്നു. ഇതൊക്കെ ഹരീന്ദ്രൻ കാണുന്നു. ഗൗതമിനെ വിളിച്ചു പറയുന്നു. ഹരീന്ദ്രനോട് ഗുണ്ടകളെ ഫോളോ ചെയ്യാൻ ഗൗതം പറയുന്നു. ഗൗതം നിധിയോട് പറയുന്നു, പ്രണവിനെ CKCയുടെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയെന്ന്. അയ്യോ ഗൗതം, അവനെ അയാൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് നമുക്ക് രക്ഷപ്പെടുത്തണം. പ്രണവിനെ നമുക്ക് രക്ഷിക്കാം, പക്ഷെ ഉടനെ വേണ്ട. ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. പ്രണവിനെ മാത്രം രക്ഷിച്ചതുകൊണ്ട് കാര്യമില്ല. പ്രണവിന് നമ്മളോടുള്ള തെറ്റിദ്ധാരണ മാറണം. ഈശ്വരമംഗലം കുടുംബം പഴയതുപോലെ ഒന്നാകണം. അതിന് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. എന്നിട്ട് വേണം പ്രണവിനെ രക്ഷിക്കാൻ പോകേണ്ടത്. ശിവാനി ഓടി വന്ന് പ്രണവിനെ ഗുണ്ടകൾ പിടിച്ചുകൊണ്ടുപോയ കാര്യം വസുന്ധരയോട് പറയുന്നു. ഇതിന്റെ പിന്നിൽ CKC തന്നെയാണെന്ന് വസുന്ധരയ്ക്ക് മനസ്സിലാകുന്നു. പ്രണവിനെ നിനക്ക് രക്ഷിക്കണമെങ്കിൽ നീ ഉടനെ ഗൗതമിനെ വിളിക്കണമെന്ന് വസുന്ധര ശിവാനിയോട് പറയുന്നു. ഗൗതമല്ലേ പ്രണവിനെ തട്ടിക്കൊണ്ടുപോയത്? പിന്നെ എങ്ങനെയാണ് ഗൗതം രക്ഷപ്പെടുത്തുന്നത്? വിഡ്ഢിത്തം പറയാതിരിക്കൂ ശിവാനി, വേഗം ഗൗതമിനെ വിളിച്ച് കാര്യം പറയൂ. ഞാനും പ്രണവും കൂടി കുറച്ചു മുൻപ് ഗൗതമിനെയും നിധിയെയും ഒരുപാട് ചീത്ത പറഞ്ഞതാണ്. ഓഹോ, അതിനിടയിൽ അങ്ങനെയും നടന്നോ? ഗൗതം മനസ്സിൽ പകവെക്കുന്ന ആളല്ല. പ്രണവിന് എന്തെങ്കിലും ആപത്ത് വന്നാൽ ഗൗതം രക്ഷിക്കും. നാണക്കേടൊന്നും വിചാരിക്കേണ്ട. നീ ഉടനെ ഗൗതമിനെ വിളിക്കണം. ശിവാനി ഗൗതമിനെ വിളിക്കുന്നു. പ്രണവിനെ രക്ഷിക്കണമെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വരണം. വരേണ്ട സ്ഥലം ശിവാനിക്ക് ഗൗതം പറഞ്ഞു കൊടുക്കുന്നു. നിധി ചോദിക്കുന്നു, ശിവാനിയോട് എവിടെ വരാനാണ് പറഞ്ഞതെന്ന്. ഹരീന്ദ്രൻ ഗൗതമിനോട് പ്രണവിനെ CKC കെട്ടിയിട്ട സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു. നിധിയും ഗൗതമും കൂടി അങ്ങോട്ട് പോകുന്നു. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പാർവതിയമ്മ ചോദിക്കുമ്പോൾ ഇന്ന് പ്രണവിൻ്റെ തെറ്റിദ്ധാരണകൾ മാറ്റി ഈശ്വരമംഗലം പഴയതുപോലെ എല്ലാവരും ഒന്നിക്കും. ഞങ്ങൾ പോയിട്ട് വന്നിട്ട് എല്ലാം പറയാം. എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമാകും. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.